ഇത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഡയമണ്ട് ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇത്രയും മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 കിലോ മൈദ കൂടുതലുണ്ട്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ ആവശ്യത്തിനുള്ള അതിന് ശകലം സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശകലം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാമെങ്കിൽ അതിന് മാവിന് നല്ല മയം കിട്ടും. നമുക്ക് വെള്ളം ഒഴിച്ച് ഇന്ന് കുഴച്ച് കൊടുക്കാം. നല്ല മയമായിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ മാവ് കുഴച്ചെടുക്കണം. ഇങ്ങനെ ഇരിക്കും മാവ് കുഴച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് മാവൊന്ന് പരത്തിയെടുക്കാം. നൈസായിട്ടൊന്ന് നമുക്കിതൊന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കാം. ഇതുപോലെ ഇത് ചരിച്ച് വെട്ടിക്കൊടുക്കാം. ഇതുപോലെ ഇനി കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് എണ്ണയ്ക്കകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കണം. ഇതുപോലെ നമ്മളത് നീക്കിയിട്ട് കൊടുക്കണം. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കോരി എടുക്കണം. ഇതുപോലെ നമുക്കത് കോരിയെടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. പാവ് കാച്ചാനുള്ള പഞ്ചസാര. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അളവിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിനി നമുക്കൊന്ന് പാവാക്കിയെടുക്കാം. പഞ്ചസാര പാവായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വേണ്ട, ഇതുപോലെ നമ്മളങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഡയമണ്ട് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.